ലിയ ട്രീസ ജോർജും ലിസ മറിയം ജോർജും. വീട്ടിലെ ഐക്യം പരീക്ഷയിലും തുടർന്നപ്പോൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ ഇരട്ടകൾക്ക് MG സർവകലാശാല BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ 1ാം റാങ്ക്. റാങ്ക് നിർണ്ണയിക്കുന്ന ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് പോയിന്റ് ആവറേജിലും ഇരുവരും തുല്യം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂണിവേഴ്സിറ്റി എക്സാമിൽ ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. ഇതിനു മുമ്പ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിരുന്നു. 1ാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിലായിരുന്നു ഇരുവരും പഠിച്ചത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ഉം ഇരുവർക്കും ഒരുപോലെ ലഭിച്ചിരുന്നു. മുൻ സെമസ്റ്ററുകളിൽ മികച്ച മാർക്ക് ലഭിച്ചതോടെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്തരമൊരു റാങ്ക് അപ്രതീക്ഷിതം. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ഒത്തിരി പ്രാർത്ഥിച്ചു വാലുവേഷന്റെ സമയത്തൊക്കെ. അതിനനുസരിച്ചുള്ള പ്രതിഫലം ദൈവം തന്നു. അത് പോയിന്റ് ശതമാനം പോലും എങ്ങനെയും സെയിം ആയിട്ട് വന്നു. പൊടിമറ്റം സ്വദേശി രാജു മാത്യുവിന്റെയും റീന രാജുവിന്റെയും മക്കളാണ് ഈ സയാമീസ് റാങ്ക് ജേതാക്കൾ. ഒരുമിച്ച് റാങ്ക് നേടിയതുപോലെ ഒരുമിച്ചൊരു സർക്കാർ ജോലി എന്നതാണ് ഇനി ലിയയുടെയും ലിസയുടെയും സ്വപ്നം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. നമുക്കപ്പം ഷിനോജസ്റ്റ് ചേരുന്നുണ്ട്. ഷിനോജ, എന്ത് മാജിക്കാണിത്? ഒരേ മാർക്ക് നേടി 1ാം റാങ്ക് രണ്ടുപേരും നേടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നീക്കവും മുന്നോട്ട് അടുത്ത ഗവൺമെന്റ് ജോലി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ്. എന്താ സംഭവിച്ചത് ഇവിടെ ശരിക്കും? ജയലക്ഷ്മി, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുമയുണ്ടെങ്കിൽ ഒരേ പരീക്ഷയിൽ ഒരേ റാങ്ക് നേടി അത് റാങ്ക് പങ്കുവയ്ക്കാമെന്നൊക്കെ കാണിച്ചു തരികയാണ് നമ്മളെ ഈ കാഞ്ഞിരപ്പള്ളിയിലെ ഈ 2 ഇരട്ടകളെന്ന് പറയേണ്ടി വരും. കാരണം ഒരേ ലെവലിൽ പഠിക്കുന്നു, പഠനമൊക്കെ ഒരേ രീതിയിലായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരേ പോയിന്റ് നേടി 8.43 എന്ന് പറയുന്ന ഒരേ പോയിന്റ് നേടി. നമുക്കറിയാം ഈ ഡിഗ്രി പരീക്ഷ എന്ന് പറയുമ്പോൾ ഓരോ സെമസ്റ്ററിലുമൊക്കെ മാറി മാറി വരും. അവരുടെ ആ സമയം അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ മാർക്കും പല വിഷയങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള മാർക്കുകളായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ഈ അവസാനം ഈ ആവറേജിൽ എത്തിയ സമയത്ത് രണ്ടുപേർക്കും ഒരേപോലെയായിരുന്നു. അങ്ങനെയാണ് ഈ റാങ്ക് പങ്കുവെച്ചതെന്ന് പറയുന്നത്. 8.43 ആയിരുന്നു ഈ പങ്കുവെക്കുന്ന സമയത്ത്. അങ്ങനെ യൂണിവേഴ്സിറ്റി തന്നെ തീരുമാനിച്ച് രണ്ടുപേർക്കും ഒരുപോലെ 1ാം റാങ്ക് കൊടുക്കാം. പിന്നീടാണ് ഈ യൂണിവേഴ്സിറ്റി പോലും അറിയുന്നത് ഇത് രണ്ടും ഇരട്ടകളാണെന്നുള്ള സത്യം എന്ന് പറയുന്നത്. എന്തായാലും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ 2 പേരും എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ തന്നെ പഠനത്തിലൊക്കെ തന്നെ വളരെ ഉത്സാഹമുള്ള 2 പിള്ളേരാണ്. അപ്പോൾ അവരുടെ ഇനിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നിച്ച് ജോലി വാങ്ങണമെന്നാണ്. അതും സർക്കാർ ജോലിയാണ്. അപ്പോൾ PSCയിൽ ഇനി ഒരേപോലെ റാങ്ക് വരുമോ എന്നൊക്കെയാണ് നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഒപ്പം സിവിൽ സർവീസ് എഴുതണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും അവരുടെ സ്വപ്നങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരേ പരീക്ഷയിൽ ഒരേ റാങ്ക് നേടി ഇപ്പോൾ ഒരു ഇരട്ടകളിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നാട്ടുകാർക്ക് വളരെ ഒരു കൗതുകമുള്ള കാര്യമാണ്. എന്തായാലും അവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഒരുമിച്ച് ഒരേ നിലയിലുള്ള ഒരു ജോലി രണ്ടുപേർക്കും കിട്ടട്ടെ എന്നാണ് നാട്ടുകാരുടെയും ഒക്കെ വീട്ടുകാരുടെയും ഒക്കെ ഇപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത്.